140 കോടി യൂണിറ്റ് വൈദ്യുതി കൂടി വാങ്ങും. ലോകകപ്പ് ഫൈനലിന് വൈദ്യുതി മുടങ്ങില്ല. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ 1 വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. യൂണിറ്റിന് ₹5.96 വില. 1 വർഷത്തേക്ക് ദിവസം മുഴുവൻ 200 മെഗാവാട്ട് വൈദ്യുതിക്കാണ് കരാർ. വർഷം ഏകദേശം 140 കോടി യൂണിറ്റ് വരുമിത്. ചെലവ് ഏകദേശം 840 കോടി രൂപയും. NDPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ്, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നും അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് വാങ്ങുന്നത്. വൈദ്യുതി ഉടൻ വാങ്ങി തുടങ്ങും. നിയന്ത്രണത്തിൽ ചെറിയ ഇളവുണ്ടാകും, എന്നാലും തുടരേണ്ടി വരും. കാരണം മഴയില്ലാത്ത ദിവസങ്ങളിൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവുണ്ട്. 5 വർഷത്തേക്ക് 300 മെഗാവാട്ട് വാങ്ങുന്നതിന് ടെൻഡർ വ്യവസ്ഥകളിൽ KSEB ആവശ്യപ്പെട്ട ഭേദഗതിയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചു. വൈകാതെ KSEB ഇതിനായും ടെൻഡർ വിളിക്കും. വ്യാഴാഴ്ച രാത്രി 1.5 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി. 493 മുതൽ 880 മെഗാവാട്ട് വരെ വൈദ്യുതി നിയന്ത്രിക്കേണ്ടി വന്നു. നിയന്ത്രണത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനാലും ന്യായമായ വിലയ്ക്ക് കിട്ടുന്നതുകൊണ്ടുമാണ് 140 കോടി യൂണിറ്റ് വൈദ്യുതി 840 കോടി രൂപ മുടക്കി വാങ്ങാൻ തീരുമാനിച്ചത്. ഈ ചെലവ് ഭാവിയിലെ വൈദ്യുതി നിരക്കിലൂടെ ഉപഭോക്താവ് തന്നെ നൽകേണ്ടി വരും. കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനാൽ ലോകകപ്പ് ഫൈനൽ ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് KSEB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ MG രാജമാണിക്യം പറഞ്ഞു. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി KSEB സൃഷ്ടിച്ചതല്ല. മഴ കുറഞ്ഞതിനാൽ എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ആവശ്യകത കൂടി. ഇതോടെ തത്സമയ വിപണിയിൽ വൈദ്യുതി കിട്ടാതെ വന്നു. ഇതിനായി ചിലവിടുന്ന പണം പിന്നീട് ഉപഭോക്താവ് തന്നെ നൽകുന്നതിനേക്കാൾ നല്ലത് ചെറിയ തോതിലുള്ള നിയന്ത്രണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാനുള്ള സുപ്രീം കോടതിയിലെ കേസിൽ KSEBിക്ക് വേണ്ടി പ്രഗത്ഭ അഭിഭാഷകനായ കപിൽ സിബലിനെ നിയോഗിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. യൂണിറ്റിന് ₹4.29 കിട്ടുമായിരുന്ന കരാറാണ് ചട്ടവിരുദ്ധമെന്ന പേരിൽ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത്. പിന്നീട് സർക്കാരിന്റെ ആവശ്യപ്രകാരം കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ വിസമ്മതിച്ചു. ഇതിനെതിരെയാണ് KSEB സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനിടെ കറണ്ടില്ലാ രാത്രികൾ ആശങ്കയിലാണ് ജനം. പ്രാണവായു കിട്ടാതെ കിടപ്പ് രോഗിക്ക് ദാരുണാന്ത്യമെന്ന റിപ്പോർട്ടും ചർച്ചയാവുകയാണ്. മുൻകൂട്ടി അറിയിക്കാതെ രാത്രി 1 മണിക്കൂറും അതിലധികവും വൈദ്യുതി മുടങ്ങുന്നത് ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ നിശ്ചലമായതിനെ തുടർന്ന് കിടപ്പ് രോഗി മരിച്ച സംഭവം നാടിനെ ഞെട്ടിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപമാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന വയോധികൻ മരിച്ചത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഓക്സിജൻ സിലിണ്ടർ പോലെ റീഫിൽ ചെയ്യേണ്ട. ഇക്കാരണത്താൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ 1000 മെഗാവാട്ടിൻ്റെ വരെ കുറവുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്ന് നേരത്തെ KSEB വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനോട് സർക്കാരിന് യോജിപ്പില്ല. 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നുവെന്നും UDF വന്നതോടെ ഇരുട്ടിലായെന്നുമുള്ള പ്രചാരണം സജീവമായ സാഹചര്യത്തിലാണിത്. മുൻകാലങ്ങളിൽ വൈദ്യുതി മുടക്കം കൃത്യമായി സമയം നിശ്ചയിച്ചായിരുന്നു. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ കുറഞ്ഞതോടെ രാജ്യത്താകെ ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ 22% കുറവുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി അധികമായി വാങ്ങാൻ കിട്ടുന്നില്ല.